ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മാങ്ങ അച്ചാർ ഇടുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മാങ്ങ അച്ചാർ ഇടാൻ അറിയാം. എങ്കിലും ഞാൻ ഇന്നിടുന്ന മാങ്ങ അച്ചാർ നിങ്ങളെ കാണിക്കുകയാണ്. അതിനായിട്ട് നമ്മൾ വേണ്ട മുളക് എല്ലാ സംഗതിയും എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ അരിയുന്നതിന് മുമ്പ് തന്നെ കഴുകി അത് തോർത്തി വെച്ചിരിക്കുകയാണ്. അതിലേക്കിനി ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അത് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഇത് സാദാ മുളക് പൊടി, കായം, അല്പം മഞ്ഞൾപ്പൊടി, ലേശം ഉലുവാപ്പൊടി, ആവശ്യത്തിന് കല്ലുപ്പ്, ഏകദേശം 1 സ്പൂണോളേ വരുത്തുള്ളൂ. നമ്മൾ ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മളൊന്ന് ഇളക്കാൻ പോവുകയാണ്. നമ്മളെല്ലാം ചേർത്ത് വെച്ചിരിക്കുകയാണ്. 1 മണിക്കൂർ ഞാനിങ്ങനെ വെച്ചേക്കും. കാരണം ഈ കല്ലുപ്പ് അങ്ങൊന്ന് അലിഞ്ഞ് ഇതൊന്ന് കുഴഞ്ഞ് വരുന്ന പരുവാകുമ്പോഴേക്കും നമ്മളെടുത്ത് അച്ചാറിടുന്നതായിരിക്കും. ബാക്കി അച്ചാറിടുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ 1 മണിക്കൂറിന് മുമ്പ് പുരട്ടി വെച്ച മാങ്ങ റെഡിയായിട്ടുണ്ട്. നല്ല മയമായിട്ടിരിക്കുകയാണ്, എല്ലാം പിടിച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് അച്ചാറാക്കാം. ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുവാണ്. കടുക് കൂടുതൽ കടുക് ഇടണം. കടുക് പൊട്ടിയിട്ടുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക്. വെളുത്തുള്ളി ഈ പരുവം മതി. അപ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാങ്ങ ഇട്ട് കൊടുക്കുക, ഇളക്കി കൊടുക്കണം. അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കല്ലുപ്പും ഒക്കെ ഇട്ടത് കൊണ്ട് നല്ല മയത്തോടു കൂടി 2 ദിവസം കഴിയുമ്പോഴത്തേന് എടുത്ത് നല്ല സൂപ്പർ അച്ചാർ, കൊഴുകൊഴുത്ത അച്ചാർ നമുക്ക് കിട്ടും. ഇനി കാണുമ്പോഴേയും ബൈ ബൈ. വളരെ ടേസ്റ്റിയായ അച്ചാർ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ അച്ചാർ 2-3 ദിവസം ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ കല്ലുപ്പും എല്ലാം കൂടെ അങ്ങോട്ട് അലിഞ്ഞ് കയറുന്ന നല്ല കൊഴുകൊഴാന്നുള്ള അച്ചാറായി മാറും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇനി കാണുമ്പോഴേയും ബൈ ബൈ.